പ്രിയപ്പെട്ടവരെ, നമ്മൾ ധ്യാനിച്ചു വന്നത് പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്തോളം കാലം ഒരു വിശ്വാസി അജയ്യനാണ് എന്ന വലിയ സത്യം. പരിശുദ്ധ കുർബാനയുടെ സംരക്ഷണം സാത്താന്റെ കോട്ടകളെ തകർക്കുന്ന സത്യമാണ്. ദൈവത്തിന് ഇതിനേക്കാളും നല്ല ഒരു ലോകം സൃഷ്ടിക്കാമായിരിക്കാം വിശുദ്ധ അഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞു. എന്നാൽ ദൈവത്തിന് പരിശുദ്ധ കുർബാനയേക്കാളും വലിയ ഒരു സ്നേഹം നമ്മളോട് പ്രകടിപ്പിക്കാനാകുമായിരുന്നില്ല എന്ന് വിശുദ്ധ അഗസ്തീന്റെ വാചകം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന എന്നത് ദൈവത്തിന്റെ പരമമായ സ്നേഹമാണ്. വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്നേഹത്തിന് നമ്മെ തന്നെ സമർപ്പിക്കുക എന്നാണ്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹിക്കാൻ മനുഷ്യൻ തയ്യാറാകുന്നു എന്നത് സത്യം അല്ലേ? നിങ്ങളുടെ ഭാര്യമാര് ഭർത്താവിനോട് സ്നേഹമുണ്ടെങ്കിൽ അറിയാൻ രാത്രി 12 മണി കഴിഞ്ഞാൽ വരുന്നതെങ്കിൽ നിങ്ങൾ ഉറക്കമൊഴിച്ച് കാത്തിരിക്കും അല്ലേ? എന്നാലും മനുഷ്യനെ നിങ്ങൾ ഇത്രയും താമസിച്ചത് എവിടെ പോയതായാലും നിങ്ങൾ എന്നുള്ള പരിഭവമായിട്ട് ഭർത്താവിനെ കാത്തിരിക്കും. സ്നേഹമില്ലായെങ്കിലോ വിളമ്പി മൂടി അവിടെ വെച്ചേക്കും തീറ്റ വേണമെന്ന് നേരിട്ട് കിടക്കും. നമുക്ക് ഇരിയാൻ പറ്റുന്നത് നോക്കി ഇരിക്കാൻ എനിക്ക് നേരമില്ല. മനുഷ്യന് ഉറക്കം വരും. സമയത്തിന് കാലത്ത് വന്നാല് ഒന്നിച്ച് തിന്നാൻ ഇല്ലേ? അതായി ഇനി വന്ന് എന്നെ വിളിച്ചേക്കരുത്, മുറിയിൽ ലൈറ്റ് വിടാൻ പാടില്ല എന്നൊക്കെ ബഹളം വയ്ക്കുന്ന ഭാര്യമാരും ദമ്പതിയാണെങ്കിൽ വരുമ്പോൾ പലരും പറയുന്നത് കേട്ട് ഞങ്ങൾ ഈ ഒറ്റത്തടിയന്മാരായ അച്ഛന്മാർ ചിരിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് ബുദ്ധിമുട്ട് അറിയത്തില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചിരിക്കാറുണ്ട്. ഇവര് ഈ കലാപങ്ങളുടെ ഘടകങ്ങളാണ്. ഏതാണെങ്കിലും സ്നേഹം ഉള്ളിടത്ത് സഹിക്കാനുള്ള സന്നദ്ധത ഉണ്ടാകുന്നു എന്നതാണ് സത്യം. ഞാൻ വിശുദ്ധ കുർബാനയുടെ വലിയ രഹസ്യമാണ് ഞങ്ങളോട് പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത്. എവിടെ സ്നേഹമുണ്ടോ അവിടെ സഹിക്കാനുള്ള സന്നദ്ധത മനുഷ്യൻ സ്വയമേ ആർജിക്കുന്നു എന്നതാണ് സത്യം. സ്നേഹത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ ഫുൾട്ടൻ ഷീൽ മെത്രാന്റെ ഒരു ഉദാഹരണം പലപ്പോഴും ഞാൻ പറയാറുണ്ട്. ഫുൾട്ടൻ ഷീൽ മെത്രാന് ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ ഞങ്ങൾ അച്ഛന്മാരെ ഞങ്ങൾ ബന്ധുക്കളുടെ സ്വന്തക്കാരുടെ വീട്ടിൽ വരുമ്പോൾ അവിടെ കൊച്ചു പിള്ളേരുണ്ടല്ലോ, അവർക്ക് ലഡു ജിലേബിയൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കും. അവന്മാര് ഇത് അവർ നമ്മുടെ ചെയ്യുന്നവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ മേടിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു സ്വാർത്ഥ മോഹമാണ്. എന്നതാ സ്വാർത്ഥ മോഹം എന്ന് ചോദിച്ചാല്, ഞങ്ങൾ വയസ്സായി വയ്യാണ്ടായി കഴിയുമ്പോൾ യോമാര് വല്ലതും ഞങ്ങൾ നോക്കുവായിരിക്കും എന്നൊരു മോഹം കൊണ്ടാണ് ഞങ്ങൾ യോമാര് വല്ലതും മേടിച്ചു കൊടുക്കും. എവിടെ അവനൊക്കെ അവരുടെ അപ്പനെ അവനെ പോയി നോക്കിയത് പിന്നെ ഞങ്ങൾ നോക്കാൻ പോവുക, അതുകൊണ്ട് മേടിക്കും. അതൊന്നും ചെയ്യും. എന്നാൽ ഞങ്ങൾ ഈ മോഹം കൊണ്ട് വെറുതെ മേടിച്ചു കൊടുക്കും. ക്രിസ്ത്യൻസ് അവധിക്ക് കൊടുക്കാറുണ്ട്. വിശേഷിച്ച് നല്ലകാലത്ത് അവധിക്ക് പോകുമ്പോൾ വീട്ടിലെല്ലാ പിള്ളേർക്കും ലഡു ജിലേബിയൊക്കെ മേടിച്ച് കൊണ്ടുപോയി കൊടുക്കും. അവരുടെ വിചാരം ഇവരൊക്കെ വയസ്സായി കഴിയുമ്പോൾ നമ്മളെ നോക്കാൻ യുവമാരൊക്കെ വരുവാനില്ല, വെറുതെ ഉള്ള ലഡു ജിലേബി വേണ്ടി കാശി പോകുന്നില്ല എന്നുള്ള സാധ്യത. ഏതായാലും ശീലമെത്രാൻ ഇങ്ങനെ ലഡു ജിലേബി മേടിച്ച് ചെന്നിട്ട് കൊച്ചിനോട് പറഞ്ഞു, ഇതേ മോനെ നിനക്കെന്നെ ഇഷ്ടമാണോ? ചോദ്യം. ആ ഇഷ്ടമാണ്. പിതാവ് ചോദിച്ചു, എന്തിനും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ്. കൊച്ചുങ്ങൾ സാധാരണ എന്നെ ഉരുട്ടിയാണ്, ഉരുട്ടിക്കാണ്. അവൻ ഇത്രയും ഉരുട്ടിയിട്ട് പറഞ്ഞു, ഇത്രയും ഇഷ്ടം. പിതാവ് പറഞ്ഞു, അയ്യടാ ഒരു ഇഷ്ടക്കാരനാണ്, ഇതാ ഇഷ്ടമെന്ന് പറയുന്നത്. അവന് തോന്നിയത് തീരെ ചെറുതായി പോയി. കോഴിമുട്ടയുടെ വലിപ്പമുള്ള അവൻ ഇച്ചിലൂടെ ഇറങ്ങി നീട്ടി ഒരു പുട്ടുകുറ്റിയുടെ വലിപ്പത്തിലാണ് ഇഷ്ടം. ഇത്രയും ഇഷ്ടം മതിയോ? പിതാവ് കൊച്ചിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി അയ്യടാ ഇഷ്ടം ഇതെന്നാ ഇഷ്ടമാ, നിനക്ക് വേറെ എന്നാ ഇഷ്ടമാ, ലഡു ജിലേബി മേടിച്ച് ഞാൻ കാശ് കളഞ്ഞത് പറഞ്ഞത് ഈ നേര നിനക്ക് ലഡു ഇല്ലെന്ന്
നിന്റെ അടുത്ത് ഞാൻ വരുന്നുമില്ല. കൊച്ചിന് ഈ മെത്രാനിനോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്തെങ്കിലും ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഇതിനെ തൃപ്തിയാകുക ഒരു പിടിയില്ലാത്തതുകൊണ്ട് ഈ കൊച്ചൻ തലപോലും ആലോചിച്ചു. അവൻ ലഡു കിട്ടിയത് ജിലേബി കിട്ടിയത് വരുമോ എന്നാണ് പറഞ്ഞുകൊണ്ട് അവന് സങ്കടമാണ്. അവന്റെ കണ്ണങ്ങ് നിറഞ്ഞു കവിഞ്ഞൊഴുകാറുണ്ട്. എന്നിട്ട് അവൻ കൈ വിരിക്കാവുന്നതിന്റെ പരമാവധി വിരിച്ചു പിടിച്ചത്രേ. എന്നിട്ട് മെത്രാനിനോട് പറഞ്ഞു, എനിക്ക് ഇത്രയും ഇഷ്ടം മതിയോ? ചീഫ് മെത്രാനിനോട് എഴുതി വെച്ചൊരു വാചകം പറയാനാണ് ഞാൻ ഇത് പറഞ്ഞത്. ചീഫ് പറഞ്ഞു, അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതന്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നിറഞ്ഞ കണ്ണുകളിൽ ഞാൻ ക്രൂശിതന്റെ വിടർന്ന കരങ്ങളുടെ അർത്ഥം വായിച്ചു. പ്രിയപ്പെട്ടവരെ, ഈ കുരിശിൽ പ്രതീകാത്മകമായി മിശിഹാ കാൽവരിയിൽ പിടഞ്ഞു മരിക്കുന്നതിന്റെ ചിത്രീകരണമുണ്ട് എങ്കിൽ അതിന്റെ സത്യമായ ആവിഷ്കാരമാണ് പരിശുദ്ധ കുർബാന. എനിക്ക് നിന്നെ ഇത്രമേൽ ഇഷ്ടമാണ് എന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നതാണ് ഓരോ പരിശുദ്ധ കുർബാനയും. ഈ പരിശുദ്ധ കുർബാനയിൽ ഒരു കൊച്ചിനോട് മോനെ ഈശോയാണ് പരിശുദ്ധ കുർബാനയിലാണ് പെട്ടിയിലുള്ളത് ഒരച്ഛൻ പറഞ്ഞു. ഞങ്ങളെ കാണാൻ വന്ന കുടുംബത്തിന്റെ കൂടെ വന്ന ഒരു കൊച്ചിനോട് എന്റെ കൂട്ടത്തിലുള്ള അച്ഛൻ പറഞ്ഞു, മോനെ ഈശോയാണ് പെട്ടിക്കാതിരുന്നത്. അപ്പൊ ആ കൊച്ച് അത്ഭുതത്തോട് തിരിഞ്ഞു ചോദിച്ചു, അച്ഛാ ഈശോയ്ക്ക് ആ കുഞ്ഞു പെട്ടിയിലിരുന്നാൽ ആവി എടുക്കുകയല്ലേ അച്ഛാ? അതൊരു നിഷ്കളങ്കമായ വിശ്വാസം. സത്യമായി ഈശോ ആ പെട്ടിക്കകത്തുണ്ട് എന്നുള്ള കുഞ്ഞിന്റെ വലിയ ബോധ്യം ദൈവമേ പലപ്പോഴും നമുക്കില്ലാതെ പോകുന്ന ബോധ്യമാണ്. ഈശോയ്ക്ക് ആവി എടുക്കുകയില്ല എന്നുള്ള ആശങ്കയല്ല, മറിച്ച് ഈശോ സത്യമായി ഈ ദിവ്യകാരുണ്യത്തിലുണ്ട് എന്ന വലിയ തിരിച്ചറിവ്. ഈ ദിവ്യകാരുണ്യത്തിലാണ് മനുഷ്യന്റെ എല്ലാ പ്രതിസന്ധിക്കുമുള്ള അവസാനത്തെ ഉത്തരം. കാരണം എന്താണ്? പരിശുദ്ധ കുർബാന ദൈവത്തിനുള്ള, ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഉത്തരമാണ്. ഈ അടുത്ത നാളിൽ ഞാൻ ചാലക്കുടിയിൽ ഒരു പള്ളി, ഇരിങ്ങാലക്കുടി പള്ളിയിൽ ഒരു പ്രോഗ്രാമിന് പോയി. തിരിച്ച് എനിക്ക് പിറ്റേ ദിവസം എനിക്ക് മംഗലപ്പുഴ സെമിനാരിയിൽ ക്ലാസ്സുണ്ട്. അതുകൊണ്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് എനിക്ക് മംഗലപ്പുഴ സെമിനാരിയിലേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോയ ഒരു ചേട്ടൻ. ഈ ചേട്ടൻ അച്ഛൻ വിചാരിച്ച് അദ്ദേഹത്തെ പ്രത്യേകം പറഞ്ഞ് വിളിച്ചതാണ്. കാരണം അദ്ദേഹത്തിന് എന്നെ കണ്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിന് സമയമില്ലാത്തതുകൊണ്ട് അച്ഛൻ പറഞ്ഞു, നീ അച്ഛനെ കൊണ്ട് സെമിനാരിയിൽ പോകുന്ന വഴിക്ക് സംസാരിച്ചോളാനും പറഞ്ഞാണ് ആ ചേട്ടനെ വിട്ടു. ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, അച്ഛാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ, നിങ്ങൾ ചില ചേട്ടനെ അറിയുന്നവരായിരിക്കും, അദ്ദേഹം അച്ഛനോട് പറഞ്ഞോളാം എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ ധൈര്യമായി പറയും. അദ്ദേഹം പറഞ്ഞതാണ്, അച്ഛാ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൊല്ലം തടവ് ശിക്ഷ വിധിക്കപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് വിധിച്ച തടവ് ശിക്ഷ 47 കൊല്ലവും 8 മാസവും ജഡ്ജി തടവിന് ശിക്ഷ. സാധാരണ പല ശിക്ഷകൾ ഒന്നിച്ചു കൂട്ടിയതിൽ കൂടുതലാണ് ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. പക്ഷേ ഈ ജഡ്ജി വിധിച്ച അങ്ങനെയല്ല, 47 കൊല്ലം 8 മാസം തടവ് ശിക്ഷ വിധിച്ചു. ഒരു കാരണവശാലും മയക്കുമരുന്ന് കേസിൽ ഇദ്ദേഹം പ്രതിയാക്കപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് ചേർന്ന ഒരുപാട് വസ്തുതകളുണ്ട്, എല്ലാം നമുക്കിവിടെ പറയാൻ നേരം. 47 കൊല്ലം 8 മാസം തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഈ ചേട്ടൻ നിരാശന, ദുഃഖിതനാണ്. കാരണം ഇദ്ദേഹത്തോട് അനിഷ്ടമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും ഇദ്ദേഹം ഊരിപ്പോകാതിരിക്കാൻ ഇദ്ദേഹം ചെയ്യാത്ത ഒരുപാട് കുറ്റങ്ങളും തൊണ്ടി മുതലുകളും ഹാജരാക്കി ഇയാളെ മനഃപൂർവ്വം നശിപ്പിക്കാൻ, പീഡിപ്പിക്കാൻ വേണ്ടി ഇപ്രകാരം ചെയ്തത്. അതിന്റെ ഫലമായിട്ട് പോലീസ്
തീക്ഷ്ണതയിൽ കുറ്റപത്രം തയ്യാറാക്കിയത് കൊണ്ടാണ് ഇയാൾ ഇത്രയും ദീർഘമായ തടവ് ശിക്ഷ വിധിച്ചത്. തടവിൽ വിധിക്കപ്പെടുമ്പോൾ ഈ മനുഷ്യന്റെ പ്രായം 27 വയസ്സ്, അതായത് 75-ാം വയസ്സ് വരെ അവിടെ കിടക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുൾ. എന്ന് പറഞ്ഞാൽ ഒരു ആയുസ് മുഴുവനും ജയിലിന് പിന്നിൽ കഴിയണം എന്ന് വിധി. അദ്ദേഹം സെൻട്രൽ ജയിലിലേക്ക് മാറ്റപ്പെട്ടു. സെൻട്രൽ ജയിലില് ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ഒരു അച്ഛൻ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ ജയിലുകളിൽ വൈദികരിക്കും. ആദ്യം ഇദ്ദേഹം പോയി. ആദ്യത്തെ 3 മാസം കഴിഞ്ഞ് അദ്ദേഹത്തിന് ഭയങ്കര നിരാശ. തന്നെ എല്ലാവരും ചേർന്ന് ചതിച്ചു, വീട്ടുകാർ തന്നെ ഉപേക്ഷിച്ചു, പോലീസുകാർ തന്നെ ഉപേക്ഷിച്ചു, തന്റെ കിടപ്പാടം വിറ്റാണ് കേസ് നടത്തിയത്. ഇനി ആർക്കും തന്നെ വേണ്ടാതായി നിരാശയുടെ പടുകുഴിയിൽ ഈ മനുഷ്യൻ കിടക്കവേ ഒരു ദിവസം വിശുദ്ധ കുർബാന കഴിഞ്ഞ് സെല്ലുകളിൽ തടവുകാരെ അന്വേഷിച്ചു വന്ന ഈ അച്ഛൻ പുറത്തിരിഞ്ഞ് ഈ മനുഷ്യന്റെ തോളെ തട്ടിയെന്ന് ചോദിച്ചു, മാനെ നിന്റെ പേരെന്താ? ഇവനൊരു ക്രിസ്ത്യാനി പേര് പറഞ്ഞത് കൊണ്ട് അച്ഛൻ ചോദിച്ചു, നീ എനിക്ക് വിശുദ്ധ കുർബാനയ്ക്ക് വരാതിരുന്നത്? എന്ത് വിശുദ്ധ കുർബാന? എനിക്ക് ഒരു വിശ്വാസം. അപ്പോൾ ആ അച്ഛൻ ഇവനോട് പറഞ്ഞതാ, ഞാൻ നേരത്തെ പറഞ്ഞ വാചകം, മോനെ നിന്റെ പ്രശ്നം എന്ത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ നിന്റെ പ്രശ്നം ഏതുമാകട്ടെ അതിനുള്ള ദൈവത്തിന്റെ അവസാനത്തെ ഉത്തരമാണ് വിശുദ്ധ കുർബാന എന്ന് നീ മനസ്സിലാകും. അച്ഛന്റെ നിർബന്ധം കൊണ്ട് ഇവൻ പിറ്റേ ഞായറാഴ്ച കുമ്പസാരിച്ചു വിശുദ്ധ കുർബാന സ്വീകരിച്ചു. വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന്റെ 7-ാം പക്കം ഇയാള് തടവ് ശിക്ഷ പൂർത്തിയാക്കി വീട്ടിൽ 47 കൊല്ലവും 8 മാസവും നീണ്ട ഈ തടവ് ശിക്ഷ എങ്ങനെ ഇല്ലാതായി എന്ന് ചോദിച്ചാൽ ഇയാൾ കേസ് നടത്താനോ അപ്പീൽ കൊടുക്കാനോ ഒരു വകുപ്പില്ല. ഇയാളുടെ ശിക്ഷ അന്ത്യവിധിയായി കഴിഞ്ഞു. പക്ഷേ കോടതിയിൽ വേറൊരു വലിയ ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മുതലാളിമാരില് ഒരാളുടെ മകനെതിരെ മയക്കുമരുന്ന് കേസ് ചാർജ് ചെയ്തു. ആ കേസിൽ സുപ്രീം കോടതിയിലെത്തിയ കേസില് വാദിച്ചത് ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ വക്കീല് രാംജത്ത് മലാനി. അദ്ദേഹത്തിന്റെ വാദമുഖങ്ങളിലൂടെ അദ്ദേഹം സ്ഥാപിച്ചു, ഇങ്ങനെയൊരു മയക്കുമരുന്ന് കേസ് ചാർജ് ചെയ്യുന്നതിനുള്ള അധികാരം കേവലം ഒരു പോലീസുകാരനില്ല, മറിച്ച് അതിന്റെ പീനൽ നിയമവ്യവസ്ഥയിലുണ്ട്. അത് ഏതെങ്കിലും ഉത്തരവാദപ്പെട്ട മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തില് ഇങ്ങനെയുള്ള കേസുകൾ ചാർജ് ചെയ്യപ്പെടാൻ പാടും. ഈ കേസ് നിങ്ങളുടെ വക്കീലന്മാർക്ക് അതിന് സാങ്കേതിക നിയമവശങ്ങൾ അറിയാമായിരുന്നു. ഈ കേസ് രാംജത്ത് മലാനി സുപ്രീം കോടതിയിൽ വാദിച്ച് ജയിച്ചപ്പോൾ ഈ ചെറുപ്പക്കാരന്റെ കേസ് കോടതി സ്വമേധയാ വീണ്ടും പരിഗണിച്ചു. അവര് പറഞ്ഞു, ഞങ്ങളുടെ കേരള ഹൈക്കോടതി വിധി പറഞ്ഞു, ഞങ്ങളുടെ വിധിയിൽ ഈ കാര്യം തെറ്റുപറ്റിയിരുന്നു. കോടതി സ്വമേധയാ അത് തിരുത്തി ഇയാൾക്കെതിരെയുള്ള കേസ് നിയമപരമായി നിലനിൽക്കാത്ത കേസാണെന്ന് കണ്ട് കോടതി സ്വമേധയാ വിട്ടുകൊടുത്തു. ഈ ചേട്ടൻ അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അതിനുശേഷം ദിവസം 3 മണിക്കൂർ പരിശുദ്ധ കുർബാനയുടെ മുമ്പിലിരിക്കാറുണ്ട്. അച്ഛാ, അന്ന് ആ ജയിലടിയിൽ വെച്ച് ജീവിതത്തിന്റെ ഇരുണ്ട ഇടനാഴികളിലേക്ക് നീക്കി നിർത്തപ്പെട്ട നിമിഷങ്ങളിൽ എന്റെ തോളെ കൈവച്ച അച്ഛൻ പറഞ്ഞ വാചകം ഞാൻ ഒരിക്കലും മറന്നിട്ടില്ല. നിന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികൾക്കുമുള്ള ദൈവത്തിന്റെ അവസാനത്തെ ഉത്തരമാണ് പരിശുദ്ധ കുർബാന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ പരിശുദ്ധ കുർബാനയെ ജീവിതത്തിന്റെ അവസാന ഉത്തരമായി കാണുമ്പോൾ എല്ലാ പ്രശ്നത്തിനും പരിഹാരം. ഈ അടുത്ത കാലത്തായി നമ്മുടെ ആധ്യാത്മിക മേഖലയിൽ പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കുറഞ്ഞ് മറ്റു പല ആരാധനാ ശൈലികളും രീതികളും ശക്തി പ്രാപിച്ചു
പക്ഷേ വിശുദ്ധ കുർബാനയ്ക്ക് ആധ്യാത്മികതയിൽ ഒന്നാം സ്ഥാനം കൊടുക്കാത്ത എല്ലാ ആത്മീയതയും ആത്യന്തികമായി വഴിതെറ്റിപ്പോകും എന്ന സത്യം നിങ്ങൾ അറിഞ്ഞിരിക്കും. പരിശുദ്ധ കുർബാനയായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ മുഴുവനും കേന്ദ്രം. ഒരു ധ്യാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ ഏതാണ് എന്ന് ചോദിച്ചാൽ അതിലെ നേരെ അച്ഛൻ പറയുന്ന വചന പ്രഘോഷണമാണ്. ഇന്നേ ദിവസത്തെ ഈ ധ്യാനവും വളർന്ന ഏറ്റവും വലിയ അനുഗ്രഹ ശുശ്രൂഷ ഏതായിരുന്നു എന്ന് ചോദിച്ചാൽ അത് ഊർലോസ് പിതാവ് ഇവിടെ വന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് പ്രാർത്ഥിച്ച ആ ശുശ്രൂഷയാണ് ഇന്ന് ഈ ധ്യാന ഹോളിൽ നടന്നതിലും നടക്കാനിരിക്കുന്നതിലുമായ ശുശ്രൂഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ധ്യാനത്തിന്റെ ശുശ്രൂഷയുടെ സമാപനം വിശുദ്ധ കുർബാനയെ എഴുന്നള്ളിച്ചുകൊണ്ട് നമ്മൾ പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യ ആരാധനയും ഇതിലെ ഏറ്റവും പ്രധാന ശുശ്രൂഷയാണ്. എല്ലാ വചനവും ദിവ്യകാരുണ്യവും സഭയുമായി ബന്ധപ്പെട്ടതായിരിക്കണം. അല്ലാത്തതെല്ലാം വെറും പാഴ്വാക്കുകൾ മാത്രമാണ് എന്ന സത്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവര്, ഈ അടുത്ത നാളുകളിൽ ഞാൻ പാറേപ്പള്ളിയിൽ പ്രസംഗിക്കാൻ വേണ്ടി പോയി. ചങ്ങനാശ്ശേരിക്കാർക്ക് അറിയാം പാറേപ്പള്ളി എത്രമേൽ പ്രസക്തമായ ഒരു പള്ളിയാണ്, മാതാവിന്റെ പള്ളി. ആ പള്ളിയിലെ വചന പ്രഘോഷണത്തിന്റെ സമാപനം ഒരുപാട് മനുഷ്യര്, ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന തിരുനാളാണ് പാറേപ്പള്ളിയിലെ തിരുനാള്. ആ തിരുനാളിലെ പ്രസംഗത്തില് ഒന്ന് രണ്ട് സംശയങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചെടുത്ത് എഴുതി ആവശ്യപ്പെട്ടവരുടെ സംശയങ്ങൾ കൂടി ഞാൻ ഉത്തരവ്. അതിലൊരു ചോദ്യം, മാതാവിന് ഇത്രമേൽ പ്രാധാന്യമുണ്ട് എങ്കിൽ മാതാവിനെതിരെ ചീത്ത പറയുന്ന ആളുകൾ എന്തുകൊണ്ട് അത്ഭുതം ചെയ്യാൻ കഴിയും? ഒരു ദേവസ്യാസാണ് മലബാറിൽ നിന്നുള്ള അയാൾ വാ വിളിച്ച മാതാവിനെതിരെ രണ്ട് ചെറിയ അഡ്വാൻസ് ആയിട്ട് പറയും, എന്നിട്ട് പിന്നെ വചനം പറയും. ആ സാധനം അത്ഭുതം ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് ഇവരുടെ ചോദ്യം. ഇതിന് എന്ത് ഉത്തരം പറയാൻ സാധിക്കും? ഈശോയോട് ഈശോയെ മനുഷ്യർക്ക് വിശ്വാസം വരുന്ന ഒരു ഉത്തരം പറയാൻ എനിക്ക് വരം തരണമേ. ഈശോ നിയമാവർത്തന പുസ്തകം 13-ാമത്തെ അധ്യായമാണ് അതിനെ എടുത്തു കാണിച്ചത്. ഞാൻ എടുത്ത് വായിച്ചു. നിയമാവർത്തനം 13 ഇതാണ്: നിങ്ങളുടെ ഇടയിൽ നിന്നൊരു പ്രവാചകനും ഒരു സ്വപ്ന വിശാലകനും വരികയും അവൻ അടയാളമോ അത്ഭുതമോ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുകയും അവൻ പറഞ്ഞ വിധം സംഭവിക്കുകയും ചെയ്താൽ നിങ്ങൾ അവനെ വിശ്വസിക്കും. ദൈവം പറയും, ഒരുത്തൻ വന്ന് വചനം പറയുകയും അവൻ അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങളുടെ മുമ്പിൽ കാണിക്കുകയും ചെയ്താൽ നിങ്ങൾ വിശ്വസിക്കും. അവൻ പറയുന്നത് സത്യവചനമാണോ എന്നറിയാൻ രണ്ട് വഴികൾ നിയമാവർത്തന ഗ്രന്ഥകാരൻ 13-ാം അധ്യായത്തിൽ പറഞ്ഞു വെച്ചു. എന്താണ് ആ രണ്ട് വഴികൾ? ഒന്ന്, അവന്റെ വാക്കുകൾ ദൈവമായ കർത്താവിലേക്ക് മനുഷ്യനെ വളർത്തുന്നതായിരിക്കണം. രണ്ട്, അവന്റെ വാക്കുകൾ വിശ്വാസികളുടെ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തുന്നതായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നവരെല്ലാം ദൈവനാമത്തിലാണ് സംസാരിക്കുന്നത് എന്നാരും വിചാരിക്കരുത്. മറിച്ച് എന്താണ് നിങ്ങൾ വിചാരിക്കേണ്ടത്? അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുന്നവരെല്ലാം വ്യക്തിയെ ദൈവത്തിലേക്ക് സഭയിലേക്ക് വളർത്തുന്നതാണ് എങ്കിൽ മാത്രമേ ആ അത്ഭുതങ്ങൾ ദൈവനാമത്തിലുള്ള അത്ഭുതങ്ങളുള്ളൂ. ഞാൻ അത്ഭുതം കാണിച്ചു, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അംഗമായിരിക്കുന്ന കത്തോലിക്ക സഭ ഇട്ടേച്ചു പോരൂ, വിശുദ്ധ കുർബാന ഉപേക്ഷിച്ചേച്ചു പോരൂ, അച്ഛന്മാരെ ചീത്ത വിളിച്ചിട്ട് പോരൂ എന്ന് പറയുന്ന വചന പ്രഘോഷണം
എന്നറിയാൻ കത്തോലിക്ക സഭയിൽ ഒരേ ഒരു ടെസ്റ്റേ ഉള്ളൂ. എന്താണ് ടെസ്റ്റ്? പരിശുദ്ധ കുർബാനയ്ക്ക് ആരാധന അർപ്പിക്കുന്ന വചന പ്രഘോഷകരാണ് അവരെങ്കിൽ അവരുടെ വചനം സത്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞു നിർത്തിയത്. എന്താണ്? മിശിഹാ പറഞ്ഞു, നിങ്ങൾ എന്റെ ശിഷ്യരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ഒരേ വഴിയേ ഉള്ളൂ. എന്താണ്? ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പമാണ് എന്ന് വിശ്വസിക്കുകയും ഈ അപ്പം ഭക്ഷിക്കുകയും ഈ രക്തം പാനം ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾ സത്യവിശ്വാസികളാവുകയുള്ളൂ. എനിക്ക് പരിചയമുള്ള ഒരു അമേരിക്കൻ പാസ്റ്റർ, ഈ പാസ്റ്ററെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ പലതും പ്രസംഗിക്കുന്നതുകൊണ്ട് എവിടെയെല്ലാം പ്രസംഗിച്ചത് എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾ പറഞ്ഞതാണെങ്കിൽ ഒരു കൂടി കേട്ടുള്ളൂ. ഒരു അമേരിക്കൻ പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പേര് റിച്ചാർഡ്. അദ്ദേഹം ഒരു പെന്തക്കോസ്റ്റൽ സഭാ വിഭാഗത്തിലെ വചന പ്രഘോഷകൻ. ഞാൻ ജോലി ചെയ്ത പള്ളിയുടെ തൊട്ടടുത്ത ആണ് ഈ പാസ്റ്ററുടെ പള്ളി. വൈകുന്നേരങ്ങളിൽ ഞാൻ നടക്കാൻ പോകും. ഈ പാസ്റ്റർ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഗവേഷണം നടത്തിയ വലിയ പണ്ഡിതൻ. ഞാൻ പഠിച്ചത് യോഹന്നാന്റെ സുവിശേഷം ആയതുകൊണ്ട് ഇയാൾക്ക് എന്നോട് വലിയ ഇഷ്ടമാണ്. നടക്കാൻ പോകുമ്പോൾ ഇദ്ദേഹം എപ്പോഴും ഞങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തെക്കുറിച്ച് വർത്തമാനം പറഞ്ഞാൽ പോകും. ഇയാൾ വലിയ ദൈവങ്ങളെക്കുറിച്ച് നല്ല വചന പ്രഘോഷണം. ടിവിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട്. അദ്ദേഹത്തോട് പറയും, ഇന്ന സമയത്ത് പ്രഭാഷണമുണ്ട്, ഫാദർ കേട്ടിട്ട് കമന്റ് ചെയ്യണം എന്ന് പറയും. ഞാൻ തന്നെ കേൾക്കാറുണ്ട്. അദ്ദേഹം പറഞ്ഞു കേൾക്കും. കാരണം അത്രയ്ക്ക് സുന്ദരമായ വചന പ്രഘോഷണം. ഓരോ അധ്യായമായിട്ട് അദ്ദേഹം വിശകലനം ചെയ്ത് വ്യാഖ്യാനിച്ചു പോകും. 5-ാം അധ്യായം അദ്ദേഹം വ്യാഖ്യാനിച്ചു കഴിഞ്ഞപ്പോൾ അന്ന് ചൊവ്വാഴ്ചകളിലാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. തിങ്കളാഴ്ച നടക്കാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, പാസ്റ്റർ റിച്ചാർഡ്, I am eagerly looking forward to see what you say on John chapter 6. അദ്ദേഹം അത്ഭുതത്തോടെ ജോൺ ചാപ്റ്റർ 6 ഇത്രയും താല്പര്യം. ഞാൻ പറഞ്ഞ അവിടെയാണല്ലോ വിശുദ്ധ കുർബാനയെ കുറിച്ച് ഈശോ അസന്നിഗ്ധമായി സംസാരിക്കുക. വിശുദ്ധ കുർബാനയെ വിശ്വാസമില്ലാത്ത ഇയാൾ എങ്ങനെ ആ വചനം വ്യാഖ്യാനിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ഇതാണ് ഞാൻ പാസ്റ്റർ ഒരു ഊഴം തിരിച്ചിരിച്ചെന്നോട് പറഞ്ഞു, Don't wait for yourself. I will simply skip it over and I will explain John chapter 7 on the coming day. എന്താ പറഞ്ഞത്? ഞാൻ 6-ാം അധ്യായം വെറുതെ വിട്ടുകളയും, 7-ാം അധ്യായം വ്യാഖ്യാനിക്കൂ. അതല്ല, 6-ാം അധ്യായം വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരുവൻ കത്തോലിക്കനായിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ബൈബിള് പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് ആഴത്തിൽ പഠിപ്പിക്കുക. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഈ വചനം പറയാൻ വ്യാഖ്യാനിക്കണമെങ്കിൽ കത്തോലിക്കനെ പറ്റൂ. അവർക്ക് സുവിശേഷം വ്യാഖ്യാനിച്ച് കത്തോലിക്ക സഭയ്ക്കെതിരെ വരുന്നവരെ കുറിച്ച് നിങ്ങൾ ആദ്യം അവരോട് പറയണം, അല്ലയോ പെന്തക്കോസ്ത പാസ്റ്ററെ, ഒരു കാര്യം ചെയ്ത് എനിക്ക് ഒരുപാട് പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം ചോദിക്കാം. ഇയാളുടെ ബൈബിളുണ്ടല്ലോ, എടുത്ത് ആ യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 51 മുതൽ 58 വരെ വാക്യങ്ങളൊക്കെ വായിച്ച്. ഏത് വാക്യം വായിക്കാനാണ് പറയുന്നത്? 6-ാം അധ്യായം 51 മുതൽ 58 വരെ വാക്യങ്ങൾ. അതാണ് വിഖ്യാതമായ വിശുദ്ധ കുർബാന പ്രഭാഷണം എന്നറിയപ്പെടുന്ന വചനഭാഗം. ഇന്ന് പിതാവ് വിശുദ്ധ കുർബാനയെ വായിച്ചത് ആ വചനഭാഗം. വിശുദ്ധ കുർബാന പ്രഭാഷണം പെന്തക്കോസ്ത പാസ്റ്ററെ അവരൊന്ന് വ്യാഖ്യാനിച്ചേ എന്ന് ചോദിച്ചാൽ ആ സെക്കൻഡിൽ അവർ പൊടിയിൽ തട്ടി വീട്ടിൽ പോകും. കാരണം അവനറിയാം, ഈ കത്തോലിക്കൻ ബൈബിൾ വായിച്ചിട്ടുള്ളവനാണ്. ഇവന്റെ അടുത്ത്
കൊണ്ട് എന്ന് ചാടിക്കാൻ സാധിക്കും എന്നുള്ളൊരു വലിയ അപകടം സൂക്ഷിക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കുർബാന എന്ന ഈ ഒരു പരമമായ സത്യമാണ് എല്ലാ വചനപ്രഘോഷണത്തിന്റെയും അന്തരാർത്ഥം. നേർവേള പോകുമ്പോൾ ഈശോ അപ്പോസ്തലന്മാരോട് പറഞ്ഞപ്പോൾ എന്താണ് പത്രോസ് പറഞ്ഞ മറുപടി? കർത്താവേ, ഞങ്ങൾ എവിടെ പോകും? അങ്ങ് ദൈവത്തിന്റെ പരിശുദ്ധനാണെന്നും ജീവിക്കുന്ന വചനം അങ്ങയുടെ പക്കലുണ്ട് എന്നും ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. അതായത് വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ഈ പ്രഭാഷണം സമാപിക്കുന്ന വാക്യം വിശുദ്ധ കുർബാനയും വചനവും ഈശോ തന്നെയാണ് എന്ന സത്യമാണ്. അതുകൊണ്ടാണ് സിറോ മലബാർ കുർബാനയിലെ ബൈബിൾ എഴുന്നള്ളിക്കുമ്പോൾ വിശുദ്ധ കുർബാന എഴുന്നള്ളിക്കുന്നത് പോലെ ധൂപം വീശി ശുശ്രൂഷികൾ തിരിപിടിച്ച് അച്ഛൻ ഇതുകൊണ്ട് മുഖം മറച്ച് കൊണ്ടുവരുന്നത് കാണുമ്പോൾ എന്താ അർത്ഥമാക്കുക? പരിശുദ്ധ കുർബാന എപ്രകാരമാണോ വൈദികൻ എഴുന്നള്ളിക്കുന്നത് അതുപോലെയാണ് ബൈബിളും കൊണ്ടുവരിക. കാരണം വിശുദ്ധ കുർബാനയിൽ ദൈവത്തിന്റെ വചനവും ഒന്ന് തന്നെയാണ്. അതിനെ രണ്ടാക്കി വിശദീകരിക്കുന്നിടത്തോളം കാലം സഭയിൽ ഭിന്നതയുണ്ടാകും. എല്ലാ ഭിന്നതകൾക്കും കാരണം മിശിഹായുടെ കാലം മുതൽ വിഘടിത ഗ്രൂപ്പുകൾ ഉണ്ടായി. വിഘടിത ഗ്രൂപ്പുകൾ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താ? അവർ പരിശുദ്ധ കുർബാനയിൽ വിശ്വസിച്ചില്ല എന്നത് മാത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതാണ് യേശുവിലുള്ള സത്യവിശ്വാസം എന്ന് ചോദിച്ചാൽ അതിനൊരേ ഒരു ഉത്തരമേ ഉള്ളൂ. ആരാണോ പരിശുദ്ധ കുർബാനയിലെ ഈശോയുടെ സജീവ സാന്നിധ്യത്തെ അംഗീകരിക്കുന്നത്, ആദരിക്കുന്നത്, ആരാധിക്കുന്നത്, അവരുടെ വിശ്വാസമാണ് സത്യവിശ്വാസം. മനസ്സിലായോ? ഇനി മുതല് നമ്മുടെ വിശ്വാസമാണോ ശരി, അതോ മതപുസ്തകക്കാരന്റെ വിശ്വാസമാണോ ശരി എന്ന് ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അതിനുള്ള ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. പരിശുദ്ധ കുർബാനയും വചനവും ഒരുപോലെ സ്വീകരിക്കുന്ന വ്യക്തിയുടെ വിശ്വാസമാണ് സത്യവിശ്വാസം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവസാനത്തെ കുറച്ച് സമയം പരിമിതമാണ്. നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ അച്ഛന്മാർ അതെടുത്ത് കൊണ്ടുവന്നാൽ ഞാനത് ശ്രദ്ധിക്കുന്നതാണ്. ആ സമയത്ത് ഞാൻ തുടർന്നുള്ള ഭാഗങ്ങൾ പറയുന്നു. പരിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? വിശുദ്ധ കുർബാന സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ആത്യന്തികമായ അർത്ഥം യോഗ്യതയോടെ സ്വീകരിക്കണം എന്നതാണ്. എന്താണ് യോഗ്യതയോടെ സ്വീകരിക്കുക? പരിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളോട് പറഞ്ഞു തന്ന വലിയ സത്യമുണ്ട്. വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നതിലെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ക്ഷണിച്ച് സ്നേഹിക്കാൻ, സ്വീകരിക്കാൻ കഴിയുമോ എന്ന്. നിങ്ങളുടെ കൂട്ടായ്മയില് നിങ്ങളുടെ കുടുംബത്തിലുള്ള വ്യക്തികളോട് വെറുപ്പും വിദ്വേഷവും സമ്പൂർണമായി ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അതാണ് വിശുദ്ധ കുർബാന അർപ്പണത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി. പരിശുദ്ധ കുർബാന നമ്മുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ ആദ്യം വേണ്ട വസ്തുത എന്താണ്? ക്ഷമിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. ആരോടെങ്കിലും വെറുപ്പും വിദ്വേഷവും വെച്ച് യേശുവിന്റെ ബലിയുടെ വരപ്രസാദം സ്വീകരിക്കുക സാധ്യമല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈശോ കാൽവരിയിലെ കുരിശിലർപ്പിച്ച ബലിയാണ് വിശുദ്ധ കുർബാന. ആ വിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന എന്താണ്? പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന പ്രാർത്ഥനയോടെയാണ് വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെട്ടത് എന്ന്
എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് വിശുദ്ധ കുർബാന രക്ഷാകരവും ഫലദായകവുമാകണം എന്നുണ്ട് എങ്കിൽ ആത്യന്തികമായി വിശുദ്ധ കുർബാന ക്ഷമിച്ച് പ്രാർത്ഥിച്ച് സ്വീകരിക്കും. ഇന്ന് നിങ്ങൾക്ക് വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും നിങ്ങൾക്ക് ആഗ്രഹിക്കാം, പ്രതീക്ഷിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ സ്വീകരിച്ച വിശുദ്ധ കുർബാനയെ സാക്ഷ്യം നിർത്തി നിങ്ങൾ ഇപ്പോൾ കാണാൻ പോകുന്ന മിശിഹാതമ്പുരാന്റെ സത്യവും സജീവവുമായ സാന്നിധ്യമായ വിശുദ്ധ കുർബാനയെ നോക്കി നിങ്ങൾക്ക് ചോദിക്കുന്നത് എന്തും നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുകയും ചെയ്യും. പക്ഷേ അതിനുള്ള ആദ്യത്തെ വ്യവസ്ഥ എന്ന് പറയുന്നത് ക്ഷമിച്ച് പ്രതികാര ചിന്തകൾ പൂർണ്ണമായും ഉപേക്ഷിച്ച് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പരിശുദ്ധ കുർബാന എന്ന മഹാത്ഭുതത്തിന്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തുകയും ആ അത്ഭുതത്തിന്റെ അനന്തമായ സാധ്യതകളെ ദൈവം നമ്മളിൽ വിരിയിച്ചു വരികയും ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തുടർന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ വസ്തുത വെറുപ്പ്, വിദ്വേഷം പൂർണ്ണമായി വെടിയും. രണ്ടാമത് ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. രണ്ടാമത്തെ വെല്ലുവിളി, വിശുദ്ധ കുർബാനയുടെ വെല്ലുവിളി എന്ന് പറഞ്ഞാൽ അത് പങ്കുവയ്ക്കാനുള്ള മനസ്സ് നേടിയെടുക്കുക എന്നതാണ്. പൗലോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങൾ ഞാൻ പലവട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ ഈ അടുത്ത നാളുകളിൽ ഞാൻ സെമിനാരിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വ്യക്തത എനിക്ക് തന്നു. അതായത് 10 കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 11-ാം അധ്യായം പരിശുദ്ധ കുർബാനയെ കുറിച്ചാണ് അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിക്കുന്നത്. തുടർന്ന് 12-ാം അധ്യായത്തില് പൗലോസ് സഭ ക്രിസ്തുവിന്റെ ശരീരമാണ് എന്ന വലിയൊരു സത്യം കൂടി പഠിപ്പിച്ചു. അതായത് 11-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരമായ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിച്ചപ്പോൾ 12-ാം അധ്യായത്തില് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും എന്ത് തന്നെ പഠിപ്പിച്ചു? അതേ വാക്ക് തന്നെ ഉപയോഗിച്ചുകൊണ്ട് മറ്റൊരു കാര്യം പഠിപ്പിച്ചു. ഏതാണ്? പരിശുദ്ധ കുർബാനയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ച അതേ വാക്ക് തന്നെ പൗലോസ് അപ്പോസ്തലൻ സഭയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചു. അത് ചെറിയ കാര്യമല്ല പ്രിയപ്പെട്ടവർ. പൗലോസ് പറയുക 11-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ പൗലോസ് വിശുദ്ധ കുർബാനയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി. നമ്മുടെ കർത്താവിൽ നിന്ന് നമുക്ക് ലഭിച്ച വിശുദ്ധ പാരമ്പര്യമനുസരിച്ച് താൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അവിടുന്ന് നല്ല നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് തന്റെ പിതാവിനെ വിളിച്ച് സ്തുതിച്ച് ഇപ്രകാരം അരുളി ചെയ്തു, ഇത് എന്റെ ശരീരമാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുശരീരം സ്വീകരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാ. പൗലോസ് തുടർന്ന് സംസാരിക്കും. നമ്മുടെ കർത്താവിന്റെ ശരീരം എന്ന് പറയുമ്പോൾ പൗലോസ് അവിടെ ഉദ്ദേശിക്കുന്നത് വിശുദ്ധ കുർബാനയാണ് എങ്കിൽ രണ്ടാമത് പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? പരിശുദ്ധ സഭയെ. എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയും വിശുദ്ധ സഭയും ഒന്ന് തന്നെയാണ് എന്ന ബോധ്യം. അതാണ് നമുക്ക് ദൈവം തന്നത് പങ്കുവയ്ക്കണം എന്ന്. വിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്ന 2 അത്ഭുതകരമായ പ്രതീകങ്ങൾ പഴയ നിയമത്തിലുണ്ട്. ഒന്ന്, ഏലിയ പ്രവാചകന് സരഫ്തായിലെ വിധവയിൽ നിന്ന് ലഭിച്ചതാണ് ആദ്യത്തെ ചെറിയ അപ്പം. ആ അപ്പം അവളുടെ കയ്യിൽ ആകെ 2 സ്പൂൺ മാവും 2 തുള്ളി എണ്ണയും അത് ചുട്ടു നിർണ്ണയിച്ച് മരിക്കാൻ കിടക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് ഏലിയ ചോദിക്കുക, വല്ലോ ഉണ്ടോ? ഒന്നുമില്ല, ആകെ 2 സ്പൂണേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഓരോ ഓസ്തി പോലത്തെ അപ്പം ചുട്ട് തിന്നേച്ച് ഞാൻ എന്റെ കൊച്ചുകൂടെ മരിക്കാൻ പോകുമോ? ചേർത്തി പറഞ്ഞു. ഏലിയ പ്രവാചകൻ പറഞ്ഞു, ആ 2 സ്പൂൺ 3/4 സ്പൂൺ വീതം നിങ്ങൾ എടുത്തിട്ട് 1/4 സ്പൂൺ മിച്ചമുള്ള
തീർന്നുപോയി. അവളുടെ എണ്ണക്കുടത്തിലെ എണ്ണ വറ്റിപ്പോയുമില്ല. പരിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള ബൈബിളിലെ സുന്ദരമായ കാഴ്ചപ്പാടുകൾ പ്രതീകങ്ങളിലൊന്ന് സെറെത്തായിലെ വിധവയിൽ ചുട്ട ഈ അപ്പമാണ്. ഇല്ലായ്മയിലും പങ്കുവയ്ക്കുന്ന മനസ്സാർജിക്കുക, അത് വിശുദ്ധ കുർബാനയുടെ വെല്ലുവിളി തന്നെയാണ്. പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്ന മറ്റൊരു ശക്തമായ പ്രതീകം പഴയ നിയമത്തിൽ പുറപ്പാട് ഗ്രന്ഥം 16-ാം അധ്യായത്തിൽ വിവരിക്കുന്ന മന്നായെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം. യോഹന്നാൻ ഈ പ്രതീകം എടുത്തുപയോഗിച്ചുകൊണ്ടാണ് വിശുദ്ധ കുർബാനയെ അവതരിപ്പിക്കുക. ദൈവം തന്റെ അനുഗ്രഹം ജനത്തിന് വേണ്ടി പങ്കുവെച്ചത് വിശുദ്ധ കുർബാന. ആ അനുഗ്രഹത്തിൽ പങ്കാളികളാകുന്നവര് പരസ്പരം പങ്കുവയ്ക്കുമ്പോഴാണ് അത് പരിശുദ്ധ കുർബാനയുടെ രക്ഷാകര ഫലമായി തീരും. അതുകൊണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന നാം ഓരോരുത്തരും നമ്മുടെ ഇല്ലായ്മയിലും നമ്മുടെ സമ്പത്തിലും നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ തയ്യാറാണ്. വചനം വെറുതെ കേൾക്കാമോ? നിങ്ങൾ പറഞ്ഞു വരും, അച്ഛനച്ഛന്റെ തനി സ്വഭാവം കാണിക്കുന്നത് എല്ലാ അച്ഛന്മാരും അവസാനം പിരിവിനെയും കൂടി പറഞ്ഞ് നിർത്തും എന്ന്. അല്ലേ? പിരിവിനെയും കൂടി അല്ല ഞാൻ പറയും. അതല്ല ഇവിടുത്തെ വിഷയം. മറിച്ച് നിങ്ങൾക്കുള്ള സമ്പത്തിന്റെ ഓഹരി നിങ്ങൾ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാൻ സന്നദ്ധത കാണിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ദശാംശം നൽകണം എന്ന് ദൈവം പറഞ്ഞെങ്കിൽ അത് കൊടുക്കുമ്പോഴേ അതിന് അനുഗ്രഹമുള്ളൂ എന്ന സത്യം. ദശാംശം കൊടുക്കണം എന്ന് ഞാൻ ഓട്ടോ ഡ്രൈവറോട് അവൻ 500 രൂപ കൊണ്ട് ഇടവപ്പള്ളി കൊടുത്തു. 500 രൂപ കൊടുത്തവൻ കഴിഞ്ഞ മാസങ്ങൾ പറഞ്ഞു, അച്ഛാ ഞാൻ ഇത്തവണ ദശാംശം കൊടുത്തത് 4000 രൂപയാണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ദശാംശം കൊടുക്കുമ്പോൾ അത് പള്ളിക്ക് കൊടുക്കണമെന്ന് മാത്രമുള്ള അർത്ഥത്തിലല്ല, ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുമ്പോൾ, ഒരു അനാഥശാലയ്ക്ക് ഭക്ഷണം കൊടുക്കുമ്പോഴാകാം, ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുമ്പോൾ, ദൈവ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ ആദായ മാർഗങ്ങളും ദൈവമായ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. മക്കളില്ലാത്ത ദമ്പതികളോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, അവരോട് ഒരു അനാഥശാലയുടെ ചെലവ് ഏതാനും മാസത്തേക്ക് ശുശ്രൂഷ ചെയ്യാൻ കർത്താവ് ആവശ്യപ്പെട്ടു. 3 മാസം അവരപ്രകാരം ശുശ്രൂഷ ചെയ്തു. അവർക്ക് കർത്താവ് ഒരു സന്താനത്തെ നൽകി അനുഗ്രഹിച്ചു. ദൈവ മക്കളെ ശുശ്രൂഷിക്കാനുള്ള സന്നദ്ധത ആഗ്രഹിക്കുമ്പോൾ ദൈവം സ്വന്തം മക്കളെ നൽകി ദമ്പതികളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സഹനങ്ങളും, എല്ലാ വേദനകളും, എല്ലാ ഇല്ലായ്മകളും, എല്ലാ സങ്കടങ്ങളും, എല്ലാ രോഗാവസ്ഥകളും ദിവ്യകാരുണ്യത്തിന്റെ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരാൻ ദൈവം ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ് എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. കുറെ ചോദ്യങ്ങളുള്ളത് കൊണ്ട് ഞാൻ 1-2 ചോദ്യങ്ങൾ എല്ലാം വായിക്കാൻ നേരം കിട്ടുമെന്ന് അറിയില്ല. സമയമാണ് വച്ചാൽ വന്നാൽ മതി, വായന നിർത്തിക്കോളാം. ഇത് ചിലത് പ്രാർത്ഥനാ സഹായമാണ് ചോദിച്ചിരിക്കുന്നത്. പ്രാർത്ഥനാ സഹായങ്ങൾ തീർച്ചയായും നമ്മൾ ചോദിക്കുന്നതാണ്. ഇത് പ്രാർത്ഥനാ സഹായങ്ങൾ അച്ഛന്മാരെ വായിച്ചു നോക്കിയിട്ട് പ്രാർത്ഥനാ സഹായം അല്ലാത്തത് ചോദ്യമായിട്ടുള്ളതിൻ്റെ കേൾക്കുന്നത് മതി. ഒരു ചോദ്യം പോകുന്ന വായിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തുള്ളൂ. പള്ളിയിൽ പരിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ കൃത്യസമയത്ത് തീർക്കാൻ ബുദ്ധിമുട്ടും. ഇന്ന് ഇവിടെ അർപ്പിക്കപ്പെട്ട ബലി മണിക്കൂർ സമയം, 2 മണിക്കൂർ സമയമുണ്ടാകും. ഇതുപോലെ ഒരു സ്വർഗാനുഭവം ലഭിക്കത്തക്ക വിധം കുറച്ചുകൂടി സമയമെടുത്ത് സിറോ മലബാർ സഭയുടെ കുർബാന അർപ്പണം നടത്തുമോ? ആഘോഷമായ റാസ എല്ലാ ഞായറാഴ്ചകളിലും ആകാമല്ലോ. ദൈവത്തിന് സ്തുതി. അതായത് വിശുദ്ധ കുർബാന സമയത്ത് ദൈവത്തിന്റെ മുമ്പേ ഇറങ്ങിപ്പോകുന്ന കുറെ വിശ്വാസികളുണ്ട്. അവരെ പേടിച്ചാണ് അച്ഛന്മാർ ഒരു സമയത്ത് തീർക്കാൻ
പക്ഷെ ബെനഡിക്ട് മാർപ്പാപ്പ പറഞ്ഞതുപോലെ സമയമെടുത്ത് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് വിശുദ്ധ കുർബാന ആ രീതിയിൽ ചൊല്ലാൻ വൈദികര് സമയം കണ്ടെത്തണം. അതിനുവേണ്ടി പരിശുദ്ധ പിതാവ് വത്തിക്കാൻ കൗൺസിലിന് മുമ്പുണ്ടായിരുന്ന ലത്തീൻ കുർബാന വീണ്ടും ചൊല്ലാൻ മണിക്കൂറുകൾ നീളുന്ന കുർബാന ചൊല്ലാനുള്ള അനുവാദം മാർപ്പാപ്പ വീണ്ടും നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ആഗ്രഹം ഈ ഒരു ധ്യാനത്തെ അച്ഛന്മാരെ ശ്രദ്ധിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു പ്രാസ കുർബാന ചൊല്ലി ഇവർക്ക് വിശുദ്ധ കുർബാനയോട് അത്രയും സ്നേഹമുള്ളവർക്ക് അതിനുള്ള അവസരം ചെയ്തു കൊടുക്കും. പന്തക്കുസ്തകാർക്കും പരിശുദ്ധ കുർബാനയും കുർബാന സ്വീകരണവും ഉണ്ടെന്ന് അവർ പറയും. അവരുടെ കുർബാനയെ പറ്റി അച്ഛനോട് പറഞ്ഞു തരാമോ? അവരോട് എന്നാ പറയണം? അവനോട് പറയേണ്ട കാര്യം ഇതാണ്, നിന്റെ വിശുദ്ധ കുർബാന എവിടെയോ പന്തക്കുസ്തകാരന് വിശുദ്ധ കുർബാനയില്ല. അവൻ കൊണ്ടുവരുന്ന ചോറും റൊട്ടിയും അവൻ പൊതിയടിച്ച് എല്ലാവരും പങ്കുവെച്ച് തിന്നുന്നു. റൊട്ടി ഇറച്ചിക്കറി തിന്നിട്ട് ഇതാണ് നമ്മുടെ വിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാല്, അല്ലയോ പന്തക്കുസ്തകാര, നീ തിന്നുന്നത് വെറും പോത്തിന്റെ ശരീരമാണ്, മിശിഹായുടെ ശരീരമല്ല എന്ന് മാത്രം നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി. പോത്തിന്റെ ശരീരം തിന്നുന്നവൻ പോത്തിനെ പോലെയാവുന്നു, മിശിഹായുടെ ശരീരം ഭക്ഷിക്കുന്നവൻ മിശിഹായുടെ സ്വഭാവ ഗുണങ്ങൾ ആർജിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവരെന്തിനാ പരിശുദ്ധ കുർബാന? ഈ പന്തക്കുസ്തകാർ പരിശുദ്ധ കുർബാനയിൽ ഈശോ വസിക്കുന്നില്ല എന്ന് പറയുന്നതിന് കാരണം എന്താണ്? വളരെ ലളിതമാണ്. അവർക്ക് വൈദികരെ ആകെ അന്തരീക്ഷത്തിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റിയത്. പൗരോഹിത്യം ശരിയാകണമെങ്കിൽ എന്ത് വേണം? അതിന് മിശിഹാതമ്പുരാൻ കൈവച്ച പത്രോസും 12 അപ്പസ്തോലന്മാരും അടങ്ങുന്ന അപ്പസ്തോലിക സമൂഹത്തിന്റെ അനസ്യൂതമായ കൈവെപ്പുണ്ടെങ്കിൽ പൗരോഹിത്യമുള്ളൂ. എന്റെ തലയെ കൈവച്ചെന്ന് എന്നെ വൈദികനാക്കി ഉയർത്തിയത് തലശ്ശേരി അതിരൂപതയിലെ മെത്രാപ്പോലീത്ത ജോർജ് വലിയമ്മ പിതാവാണ്. ആ പിതാവിന്റെ തലയെ കൈവച്ചത് ആരാണ് ഞാൻ കണ്ടിട്ടുണ്ട്? പടിയറത്തിലെ തലയെ കൈവച്ചത് അദ്ദേഹത്തിന്റെ കാലത്ത് ഏതെങ്കിലും മെത്രാപ്പോലീത്ത. അങ്ങനെ ഈ കൈവെപ്പ് നീണ്ട് അവസാനം അത് ആരുടെ കൈയാണ്? മിശിഹാതമ്പുരാന്റെ കൈയാണ്. മനസ്സിലായോ? അതാണ് ഈ കൈവെപ്പ് ശുശ്രൂഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ആരെങ്കിലും 5-6 ചേട്ടന്മാർ ഒരച്ഛന് പകരം ഒരു 10 ചേട്ടൻ ഒന്നിച്ചു കൂടി ഒരു കൈവച്ചേക്കാം. കേരള സഭയിൽ അങ്ങനെ ഒരു കുറെ അച്ഛന്മാർ മണ്ഡലത്തിനെ കാണി. തദ്ദേശീയ മെത്രാന്മാരെ കിട്ടാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു? ഒരച്ഛനെ എഴുത്തെഴുതി ഉണ്ടാക്കി. മെത്രാൻ കൈവച്ചാലേ മെത്രാൻ ഉണ്ടാവുകയുള്ളൂ നിയമമൊന്നുമില്ല. 12 അച്ഛന്മാര് കൈവച്ചാൽ ഒരാൾ മെത്രാനാകും എന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാവരും 12 അച്ഛന്മാർ കൂടി ഒരച്ഛന്റെ തലയെ കൈവച്ചിരിക്കാനുള്ളൂ. ആള് മെത്രാനുമായിട്ട്. കാരണം എന്താണ്? അത് സൈനിക അധികാരത്തിന്റെ തുടർച്ചയുള്ള സഭകളിൽ മാത്രമേ പൗരോഹിത്യമുള്ളൂ. പന്തക്കുസ്തകാരന് ഈ സൈനിക അധികാരമില്ല. 1875-ലുണ്ടായ പന്തക്കുസ്തകാരൻ എവിടുന്ന സൈനിക അധികാരമുള്ളത്? ശ്രീകന്മാരുടെ കാലം എന്ന് പറയുന്നത് 1-ാം നൂറ്റാണ്ടാണ്. 1-ാം നൂറ്റാണ്ട് മുതൽ അനസ്യൂതമായ ചരിത്രമുണ്ടെങ്കിൽ മാത്രമേ ആ സഭയ്ക്ക് പൗരോഹിത്യം ഉണ്ടായിരിക്കുകയുള്ളൂ. പൗരോഹിത്യത്തെ നിഷേധിക്കാൻ വേണ്ടിയാണ് ഇവർ വിശുദ്ധ കുർബാനയെ നിഷേധിച്ചത്. ഇവർക്ക് വിശുദ്ധ കുർബാന ഉണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇവര് കുറെ ഭക്ഷണം കൊണ്ടുവരും, അതെല്ലാം പ്രാർത്ഥന കഴിയുമ്പോൾ വീതിച്ചു തിന്നും. അതാണ് ഇവര് വിശുദ്ധ കുർബാന അപ്പം മുറിക്കൽ ശുശ്രൂഷയുമായിട്ട് പരിഗണിക്കും. എന്റെ ഇടവക്കാരൻ പൊതിയും കൊണ്ടുപോയപ്പോൾ ഞാൻ ചോദിച്ചത്, എന്താ പ്രാർത്ഥന ശുശ്രൂഷയ്ക്ക് അപ്പം മുറിക്കാൻ കൊണ്ടുപോകും? എന്നതാ അപ്പമായിരുന്നു? ഇത് ചക്കയും കോഴിയാണ്. അതാണ് വിശുദ്ധ കുർബാന. പന്തക്കുസ്തകാർ ഈശോ സ്വീകരിച്ച് ജ്ഞാനസ്നാനം സ്വീകരിക്കും. നമ്മൾ ഈശോയെ പോലെ ജലത്തിൽ മുങ്ങുന്നില്ലല്ലോ. മുങ്ങി സ്വീകരിക്കുക. ഈശോ സ്വീകരിച്ച ജ്ഞാനസ്നാനം മാമോദീസായി നമ്മൾ സ്വീകരിക്കുന്നത് സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ
സുവിശേഷം 12-ാം അധ്യായം 50-ാം വചനത്തിൽ പറയുന്നുണ്ട്, എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് സ്വീകരിക്കുന്നത് വരെയും എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്. ഈശോ സ്വീകരിച്ച സ്നാനം ഏതാ? കാൽവരിയിലെ കുരിശില് തന്റെ രക്തത്താലുള്ള ബലിയുടെ സ്നാനം. ആ ബലിയില നമ്മൾ മാമോദീസായിലൂടെ പങ്കാളിത്തം നേടുക. അല്ലാതെ മിശിഹാതമ്പുര യോർദാൻ നദിയിൽ മുങ്ങിയതുപോലെ വെള്ളത്തിൽ കൊണ്ട് മുക്കുന്ന പണിയല്ല ക്രിസ്തീയ ജ്ഞാനസ്നാനം. ക്രിസ്തീയ ജ്ഞാനസ്നാനം എന്നത് ഈശോ മിശിഹായുടെ തിരുരക്തത്താൽ അഭിഷേകം ചെയ്ത് ആ രക്തത്തിന്റെ യോഗ്യതയാ ജന്മഭാവവും കർമ്മഭാവവും നീക്കി ആ രക്തത്തിന്റെ യോഗ്യതയാൽ സ്ഥാപിക്കപ്പെട്ട സഭയിലുള്ള അംഗത്വമാണ് മാമോദീസായിലൂടെ ലഭിക്കുക. പന്തക്കോസ്താക്കാരൻ പുഴയെ കൊണ്ട് മുക്കിയാൽ കിട്ടുന്ന സ്നാനം എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ സ്നാപകന്റെ സ്നാനം മാത്രമേ ഉള്ളൂ. മിശിഹാതമ്പുരാൻ തരുന്ന സ്നാനം യഥാർത്ഥ സഭയുടെ സ്നാനം, രക്ഷാകര സ്നാനം, അത് മിശിഹായുടെ കുരിശിലെ ബലിയിലുള്ള പങ്കാളിത്തമാണ്. അതിന് വെള്ളത്തിൽ മുക്കിയിട്ട് കാര്യമില്ല. അവന്റെ തിരുരക്തത്താൽ നേടിയെടുക്കപ്പെട്ട തിരുസഭയിലുള്ള സ്നാനമാണ് ഇതിന് ആവശ്യമാണ്. നിയമവും പ്രവാചകന്മാരും യോഹന്നാൻ വരെയായിരുന്നു. അതിനുശേഷം പലരും അക്രമാസക്തരായി ദൈവരാജ്യം പിടിച്ചെടുത്തു. എന്താണ് ഉദ്ദേശിക്കുന്നത്? നോട്ട് എക്സാക്ട് വേർഡ്സ് ബട്ട് ഓൾമോസ്റ്റ്. അത് പ്ലീസ് എക്സ്പ്ലെയിൻ. അത് ഉദ്ദേശിച്ചത് ചെയ്തായിരിക്കും. അതിനുശേഷം അക്രമാസക്തരായി ദൈവരാജ്യം പിടിച്ചെടുക്കുന്നു എന്നല്ല അവൻ പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം ദൈവരാജ്യം ബലവശ്യമത്രേ എന്നാണ്. എന്താ അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന എങ്ങനെ ജ്ഞാനം കൂടി ചുമ്മാതെ രാവിലെ വന്നിരുന്ന വൈകിട്ട് കുടിയിലേക്ക് വീട്ടിൽ പോയാൽ പോരാ, ബലം പ്രയോഗിക്കും. ആർക്കെതിരെ? അടുത്തിരിക്കുന്നവനെതിരെയല്ല, തന്നോട് തന്നെ ബലം പ്രയോഗിക്കണം. തന്റെ ജഡികമായ വാസനകളെ, ദ്രവ്യാഗ്രഹത്തെ, ജഡമോഹങ്ങളെ നിയന്ത്രിക്കാൻ, മദ്യപാനത്തെ നിയന്ത്രിക്കാൻ തന്നോട് തന്നെ ബലം പ്രയോഗിച്ച് ആന്തരിക വിശുദ്ധീകരണം പ്രാപിക്കും. പഴയ നിയമത്തിൽ കുറെ നിയമം അനുഷ്ഠിച്ചാൽ സ്വർഗത്തിൽ പോകാൻ. പുതിയ നിയമത്തിൽ ഈശോ പറഞ്ഞു, നിയമം അനുഷ്ഠിച്ചാൽ പോരാ, തന്നോട് തന്നെ ബലം പ്രയോഗിച്ച് തന്റെ കാമനകളെ, ഭാവനകളെ, ജഡമോഹങ്ങളെ തൃപ്തിപ്പെടുത്താതെ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഉള്ളത് പങ്കുവെക്കുക എന്ന് പറയുന്നത് ശരിക്കും ഒരു ബലപ്രയോഗത്തോടുള്ള ക്ഷമിക്കുക എന്ന് പറയുന്നത് നാം നമ്മോട് തന്നെ നടത്തുന്ന ബലപ്രയോഗം. അങ്ങനെയുള്ള ആന്തരികമായ പരിവർത്തനം കൂടാതെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് ഈശോ പറഞ്ഞ വചനത്തിന്റെ അർത്ഥം. പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ, ഇന്ന് ഇത് നേരത്തെ വായിച്ചറിയുന്നത്, പരിശുദ്ധാത്മാവിനോട് എതിരായിട്ടുള്ള പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയില്ല എന്ന് പറയുന്നത് വിശദീകരിക്കാം. പരിശുദ്ധാത്മാവിനെതിരായ പാപം എന്ന് പറയുമ്പോൾ ഒരു നിശ്ചിത പാപം എന്നല്ല അത് ഉദ്ദേശിക്കാതെ വിശ്വാസത്തെ സംബന്ധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവിനാൽ മനുഷ്യാവതാരം ചെയ്ത് പരിശുദ്ധാത്മ ശക്തിയാൽ രക്ഷാകര കർമ്മം പൂർത്തിയാക്കി പരിശുദ്ധാത്മാവിനാൽ ഉയർപ്പിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ സഭയെ സ്ഥാപിച്ചു എന്നതാണ് വിശ്വാസം. ആ രക്ഷാകര രഹസ്യത്തെ അറിഞ്ഞിട്ടും നിഷേധിക്കുന്നത്, ക്രിസ്തുവിനെ നിഷേധിക്കുന്നത്, അവിടുത്തെ സഭയെ രക്ഷയുടെ അടയാളമായി നിഷേധിക്കുന്നതാണ് പ്രായോഗിക തലത്തിൽ പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഈശോ പറയുന്നത് തന്റെ വചനം കേട്ട് വിശ്വസിക്കാതിരുന്ന ഫരിസേയരോടാണ് എന്ന് നിങ്ങൾ ആലോചിക്കും. ഈശോയെ കേട്ടിട്ട് അവിടുന്ന് പറഞ്ഞു തരുന്ന പ്രബോധനങ്ങൾ സ്വീകരിച്ചിട്ട് അത് തള്ളിക്കളയുക, പാപം നാശകരമാണെന്ന് അറിഞ്ഞിട്ട് അതേ പാപത്തിൽ തുടരുക, അതൊക്കെ പരിശുദ്ധാത്മാവിനെതിരായ പാപം. ഇനി
ഇന്ന പാപം പരിശുദ്ധാത്മാവിനെതിരായ പാപമാണെന്നുള്ള അർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടതില്ല. മറിച്ച് ഈശോ മിശിഹായിലൂടെ കൈവരുന്ന രക്ഷയെ നിഷേധിക്കുക, അവിടുന്ന് സ്ഥാപിച്ച പരിശുദ്ധ കൂദാശകളെയും സഭ എന്ന രക്ഷാമാർഗത്തെയും മനഃപൂർവ്വം നിഷേധിച്ച് ജീവിക്കുന്ന വ്യക്തികൾ പരിശുദ്ധാത്മാവിനെതിരായി പാപം ചെയ്തിരിക്കുന്നത്. ആദിമാതാപിതാക്കൾ ദൈവത്തിനെതിരായി പാപം ചെയ്തു. അതിന് ഈശോ തമ്പുരാൻ ഇത്ര വലിയ കഠോര പരിഹാരം ചെയ്യേണ്ടിയിരുന്നോ? വേണം. കാരണം എന്താണ്? പാപം അത്രമേ ഭയാനകം. ഓരോ പാപവും മനുഷ്യനെ പിശാചിന്റെ അടിമകളാണ്. പിശാചിന് അറിയാവുന്ന കാര്യം എന്താണ്? കൊല്ലുക, നശിപ്പിക്കുക. ഇത് മാത്രം പിശാചിനറിയാം. മനുഷ്യന്റെ സർവനാശത്തിന് കാരണമാകുന്നതാണ് പാപം എന്നതിനാൽ പാപം ഭയാനകമാണ്. അതിന് ഇത്രമേൽ പരിഹാരം ചെയ്യേണ്ടതും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. നമ്മൾ ദിവസവും പാപം ചെയ്യുന്നുണ്ടല്ലോ. ദിവസം ചെയ്യേണ്ടത് തോണിക്ക് പോലത്തെ ഒരു സാധനമല്ല. ദിവസവും പാപം ചെയ്യേണ്ടതല്ല. ചെയ്യാം, മനുഷ്യൻ ചെയ്തു പോകാം. എന്നാൽ എല്ലാ ദിവസവും നമ്മൾ പരിശുദ്ധ കുമ്പസാരം നടത്താറുണ്ട്. അപ്പോൾ ഉള്ളിൽ ആഗ്രഹവുമുണ്ട്, ഈശോയെ ഞാൻ പാപിയാണ്, എന്നാൽ കുമ്പസാരത്തില്ല, നീ എന്നിൽ വന്ന് നിറയണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചാൽ ഈശോ പൂർണ്ണമായും എന്നിൽ വന്ന് നിറയുമോ? അതായത് ഈശോയെ പൂർണ്ണമായും ഉള്ളിൽ സ്വീകരിക്കാനുള്ള ഏറ്റവും ഫലപ്രദമായ വഴി എന്താണ്? വിശുദ്ധ കുർബാന. അല്ലേ? വിശുദ്ധ കുർബാന പാപാവസ്ഥയെ വിശുദ്ധ കുർബാന സ്വീകരിക്കാവോ എന്ന് ചോദിച്ചാൽ, മാരകമാവും ചാവുദോഷങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കുമ്പസാരിക്കാതെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ല. എന്നാൽ മാരകപാപങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ, ലഘുപാപങ്ങളെ ഉള്ളൂ എങ്കിൽ, അത്തരം പാപങ്ങൾ വിശുദ്ധ കുർബാനയിലെ അനുതാപ ശുശ്രൂഷയിലൂടെ തന്നെ മോചിക്കപ്പെടും എന്നുള്ളതിനാൽ നിങ്ങൾക്ക് അനുതാപ ശുശ്രൂഷയിൽ ഭക്തിപൂർവ്വം പങ്കുചേർന്ന് പാപത്തെ ഒന്ന് അനുദപിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് ഈശോയെ സ്വന്തമാക്കാവുന്നതാണ്. ആർക്കും സ്വന്തം പാപം മോചിക്കാൻ സാധിക്കും. ഒരു അച്ഛനും അതിനുള്ള അധികാരമില്ല, ഒരു മെത്രാനിസിന് അധികാരമില്ല. മാർപ്പാപ്പായ വാക്കിൽ പറഞ്ഞ, ദൈവം എന്നെ പാപ്പായാക്കിയത് എനിക്ക് മെത്രാൻ പട്ടം കൊടുക്കാനും എന്റെ പാപം മോചിക്കാനും എന്നെ ആളാക്കാനുമല്ല, മറിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി. എല്ലാം നാം സഭയിൽ നിന്നാണ് സ്വീകരിക്കുന്നത്. പാപമോചനം പ്രിയപ്പെട്ടവരെ, അത് സഭയിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്നത്. പാപം നമ്മൾ ചെയ്തു കഴിഞ്ഞു, അത് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയതല്ല. അതിൻ്റെ പേരിൽ നമുക്ക് നിയന്ത്രണം. ആ മോചനം അത് നമുക്ക് സഭയിൽ നിന്നേ ലഭിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് അതായത് എല്ലാം നമുക്ക് സഭയിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അതുകൊണ്ട് പാപം ചെയ്തവര് നെറ്റിയെ കുരിശ് വരച്ച് സ്വയം ആശീർവദിച്ചിട്ട് കാര്യമില്ല. പാപത്തെ ഇല്ലാതാക്കാൻ ദൈവപുത്രൻ സ്ഥാപിച്ച കൂദാശകൾ സ്വീകരിക്കും. പാപത്തെ അനുദപിക്കുന്നത് നല്ലതാണ്, പക്ഷെ അതിന്റെ യഥാർത്ഥ പരിഹാരം കൗദാശിക സ്വീകരണം തന്നെയാണ് എന്ന കാര്യത്തില് ആർക്കും സംശയം പറഞ്ഞു. ഒരു സംശയം കൂടി പറഞ്ഞ് നിർത്താണ്. ബാക്കി സംശയങ്ങൾ അടുത്ത ധ്യാനങ്ങളിൽ അച്ഛന്മാരെ വിശദീകരിച്ച് എല്ലാ സംശയവും പറഞ്ഞ് നമുക്ക് നേരമില്ല. ആദിമ സഭയിൽ സ്ത്രീകന്മാർ സാത്താനെ പുറത്താക്കി. ഇന്ന് സഭയിൽ അതില്ലാത്തത് എന്തുകൊണ്ടും ഞാനോ ഒന്നുമില്ല. വചനപ്രഘോഷണം നടക്കുന്ന വൈദികൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, എന്നാൽ ഇടവകയിൽ എന്തുകൊണ്ട് വൈദികൻ ഇങ്ങനെ ചെയ്യുന്നില്ല? വിശദീകരിക്കാം. അതെങ്ങനെയും വിശദീകരിക്കും. അതായത് ഇടവകയിൽ വിചാരിച്ച് എന്റെ അടുത്ത് നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ അടുക്കുന്നില്ല അങ്ങോട്ട്, ഇങ്ങനെ അച്ഛൻ ബഹിഷ്കരിക്കും. ഇല്ലേ? വിചാരിക്കാതെ വന്നാലല്ലേ അച്ഛൻ ബഹിഷ്കരിക്കാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അച്ഛനെ
അച്ഛൻ ബഹിഷ്കരിക്കാതെ എല്ലാ വൈദികർക്കും സാത്താനെ ബന്ധിക്കാനുള്ള യഥാർത്ഥ അധികാരമുണ്ട് എന്ന് പ്രിയപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ അറിയും. പക്ഷെ എല്ലാം പിശാചുബാധയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. എല്ലാം പിശാചുബാധയൊന്നുമല്ല. അത് പിശാചായിട്ട് കരുതേണ്ട കാര്യമില്ല. അത് സഭ അതേക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഒരച്ഛന് സ്വന്തം കഴിവുകൊണ്ട് പാപം ഈ പിശാചുബാധ ഒഴിപ്പിക്കരുത്. പിശാചുബാധ ഒഴിപ്പിക്കാനുള്ള അധികാരം മെത്രാണിച്ചന്മാർക്കുള്ള അധികാരം. മനസ്സിലായോ? ബാധ ഒഴിപ്പിക്കാൻ ധ്യാനഗുരുക്കന്മാര് ബാധ ഒഴിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അവരെ മെത്രാണിച്ചനോട് ഒരിക്കൽ മാത്രമേ ഞാൻ ആ ശുശ്രൂഷ ചെയ്തിട്ടുള്ളൂ. ആ ശുശ്രൂഷ ചെയ്യാൻ ഞാൻ എന്റെ മെത്രാണിച്ചനോട് അനുവാദം മേടിച്ചിട്ട്. കാരണം നമുക്ക് അത്രമേ ബോധ്യം വരണം ഈ വ്യക്തിയെ പിശാച് ബാധിച്ചത് തന്നെയാണ് എന്ന് ബോധ്യമുണ്ട് എങ്കിൽ മെത്രാണിച്ചനോട് ചോദിക്കണം, പിതാവ് ഇങ്ങനെ ഒരു കേസ് വന്നു, അത് പിശാച് ബാധ തന്നെയാണെന്നോ തോന്നുന്നു, അതിനെ പിശാച് ബാധ ഒഴിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട് സഭയിൽ. പിശാചേ ദൂരം പോവുക, അതെല്ലാ അച്ഛന്മാർക്കും പറയാൻ പറ്റും. പക്ഷേ സഭയിൽ എക്സോർസിസം, പിശാച് ബാധ ഒഴിപ്പിക്കുക എന്ന ഔദ്യോഗിക കർമ്മം നിർവഹിക്കുന്നത് അത് മെത്രാണിച്ചന്മാർക്ക് നൽകപ്പെട്ട അധികാരമാണ്. മെത്രാണിച്ചന്റെ അനുവാദത്തോടെ അത് സഭയിൽ വലിയ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഈ ബാധ ഒഴിപ്പിക്കുക പറഞ്ഞാൽ അത്രമേൽ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. അത് വൈദികർ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ശക്തി നേടി ചെയ്യേണ്ട കാര്യം. അല്ലെ ഒഴിപ്പിച്ച പിശാച് നമ്മുടെ കൂടെ തന്നെ പോരും. അവൻ നമ്മുടെ കൂടെ വരാതിരിക്കണമെങ്കിൽ വളരെ മുൻകരുതൽ പ്രാർത്ഥനയോട് ഒരുങ്ങി ചെയ്യേണ്ട ശുശ്രൂഷയാണെന്നാണ് സഭ പഠിപ്പിക്കുക. 12ാം പീയൂസ് മാർപ്പാപ്പ അംഗീകരിച്ച ഒരു പുസ്തകം തന്നെയുണ്ട് പിശാചുബാധ ഒഴിപ്പിക്കുന്നതിനെ കുറിച്ച്. ആ പുസ്തകം അനുസരിച്ചാണ് ഈ ശുശ്രൂഷ ഇവിടെ നിർവഹിക്കപ്പെടുക. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ ബാധ ഒഴിപ്പിക്കണം എന്ന ആഗ്രഹമോ പ്രശ്നമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വികാരിച്ചതിന്റെ അടുത്ത് ചെല്ലാവുന്നതാണ്. അച്ഛൻ അതിനനുസരിച്ച് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നം അനുഭവപ്പെടുന്നുണ്ട്. അല്ലാതെ വലിയ നടക്കുമ്പോഴല്ല അച്ഛൻ പിശാചിനെ ഒഴിപ്പിച്ചുകൊണ്ടാണ്, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ആ സഹായം ആവശ്യമുള്ളവര് വൈദികരെ സമീപിക്കുക. അത് വൈദികർ അതിന്റെ ന്യായമായ മാർഗങ്ങളിലൂടെ ചെയ്തു തരും എന്ന് വിശ്വസിക്കുക. Is the Mass a sacrifice? Must Christ suffer him, offer himself as a sacrifice again and again? Remember, the Mass is not merely reenactment of Christ's sufferings. അതായത് ഇവിടെ പറഞ്ഞു വരുന്ന ആശയങ്ങൾ അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നല്ലതാണ്, എൻ്റെ വായന ശേഷി കുറവായതുകൊണ്ടാണ് ഇങ്ങനെ കൂടി എഴുതിയത്. വായിക്കാൻ എൻ്റെ പഠിക്കാൻ കുറവാണ്. അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് നല്ലതാണ്. പക്ഷേ ഇവിടെ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ കുർബാന ഒരു ബലിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും വിശുദ്ധ കുർബാന ബലിയാണ്. അതുപോലെ ദൈവപുത്രൻ നമുക്കായി തന്നെ വിളമ്പിത്തരുന്ന ഒരു വിരുന്നും കൂടി. വിശുദ്ധ കുർബാന ഒരേ സമയം ബലിയാണ്, അത് വിരുന്നാണ്. ഒരേ ഒരു ബലിയേ ഉള്ളൂ, അത് കാൽവരിയിൽ മിശിഹാതമ്പുരാൻ അർപ്പിച്ച ബലി. ആ ബലിയുടെ കൗതാശികമായ പുനരാവിഷ്കാരമാണ് അൾത്താരയിൽ നടക്കുന്നത്. ഈ അൾത്താരയിൽ നമ്മൾ ആ ക്രിസ്തു സംഭവത്തെ അന്നാം പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ സാധാരണ എല്ലാ റീത്തുകളിലും വിശുദ്ധ കുർബാന ക്രിസ്തു സംഭവം, സിറോ മലബാർ റീത്തിലാണെങ്കിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന്റെ സ്തുതി എന്ന് പറഞ്ഞു തുടങ്ങുന്നത് എന്തിനെയാ സൂചിപ്പിക്കുക? ഈശോയുടെ ജനനത്തെ, ക്രിസ്തുമസിനെ സൂചിപ്പിക്കുക അല്ലേ? അവിടെ നിന്ന് ഈശോയുടെ പരസ്യ ജീവിതം, മരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, ഇങ്ങനെയാണ് എല്ലാ രീതിയിലും വിശുദ്ധ കുർബാനയുടെ ഘടന ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതായത് ക്രിസ്തു സംഭവത്തെ അനുസ്മരിക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈശോ പുതിയ ബലി അർപ്പിക്കുക എന്നതല്ല, കാൽവരിയിലെ കുരിശിൽ ഈശോ നടത്തിയ ബലി അതിന്റെ എല്ലാ പൂർണ്ണതയിലും
നമ്മൾ ഓർമ്മിച്ചു വയ്ക്കും. 2 ചോദ്യങ്ങൾ പറയാൻ അച്ഛൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പവും വീഞ്ഞും രണ്ടും രണ്ടായി ആശീർവദിച്ച് ശരീരവും രക്തവുമായി മാറിയത് പങ്കുവയ്ക്കുമ്പോൾ എന്തുകൊണ്ട് ശരീരം മാത്രം വിശ്വാസികൾക്ക് പങ്കുവയ്ക്കുന്നു? ഇത് സമയക്കുറവുകൊണ്ടോ അതോ മറ്റു പല കുറവുകളും കൊണ്ടാണോ എന്നുള്ളതാണ്. ഇതിന് പറയുന്ന ഉത്തരം, ഒന്നാമത് അപ്പവും വീഞ്ഞും പരസ്പരം ഏർപ്പെടുത്തിയാണ് ഉദാസി ചെയ്യുന്നതെങ്കിലും നിങ്ങൾ അപ്പം ഉയർത്തിക്കഴിഞ്ഞ അച്ഛൻ സിറോമലബാർ കുർബാനയിൽ ലത്തീൻ കുർബാനയിലുണ്ട്. ലത്തീൻ കുർബാനയിൽ നിങ്ങൾ ഈ ദൈവത്തിൽ കുഞ്ഞാടിത എന്ന് വിശ്വാസികൾ പാടുമ്പോൾ അച്ഛൻ ആ പ്രാർത്ഥന തന്നെയാണ് ചൊല്ലുന്നത്. സിറോമലബാർ കുർബാന ചൊല്ലുന്നത് എങ്ങനെയാണ്? നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരം കൊണ്ട് അവിടുത്തെ തിരുരക്തം ക്രൂശിക്കപ്പെടുന്നു. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുരക്തം കൊണ്ട് അവിടുത്തെ തിരുശരീരം ക്രൂശിക്കപ്പെടുന്നു. സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങൾ അവിടുത്തെ നാമത്തിൽ വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും കലർത്തപ്പെടുകയും പരസ്പരം യോജിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ അച്ഛന പ്രാർത്ഥന ചൊല്ലി ആ ഉദാസ വചനങ്ങളെ പൂർത്തീകരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പമായിട്ടല്ല, ഈശോമിശിഹായുടെ തിരുശരീര രക്തങ്ങളായിട്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു സ്പീഷ്യസിൽ അപ്പമായിട്ട് സ്വീകരിച്ചാലും വീഞ്ഞായി സ്വീകരിച്ചാലും ഈശോയുടെ തിരുശരീര രക്തം അതിന്റെ പൂർണ്ണതയിൽ തന്നെ ലഭിച്ചു എന്ന് തന്നെയാണ് വിശ്വാസം. എങ്കിലും കൗദാശികമായ മാനം അതിന്റെ പൂർണ്ണതയിൽ നൽകുന്നതിന് അപ്പവും വീഞ്ഞിന്റെയും സാദൃശ്യത്തിൽ മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കാൻ വിശ്വാസികൾക്ക് അവകാശമുണ്ട് എന്ന് തന്നെയാണ് സഭയുടെ നിലപാട്. നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ സമയക്കുറവുകൊണ്ടാണ് പലപ്പോഴും അത്. പിന്നെ കാസയും ലീലാസയും പുസ്തോതിയും 2 കൈകളിൽ പിടിച്ചുകൊണ്ട് അച്ഛൻ കുർബാന നൽകാനുള്ള സൗകര്യങ്ങൾ, അതുപോലെ ആ കൈകളിൽ കുർബാന സ്വീകരിക്കുമ്പോൾ ഒരിക്കലും വീഞ്ഞ് തിരുരക്തത്തിൽ മുക്കിയ തിരുശരീരം കയ്യിൽ വെച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. അങ്ങനെ ഒത്തിരി പ്രായോഗിക വൈഷമ്യങ്ങൾ കൊണ്ടാണ് പലപ്പോഴും വൈദികര് തിരുരക്തം വിശ്വാസികൾക്ക് നൽകാത്തത് എന്ന വസ്തുത ഓർക്കുക. ഐഡിയലായിട്ട് ഏറ്റവും മാതൃകാപരമായിട്ടുള്ളത് തിരുരക്തവും തിരുശരീരവും ഒരുമിച്ച് വിശ്വാസിക്ക് നൽകുന്നത് തന്നെയാണ് എന്നാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. വൈദികർ പലപ്പോഴും സമയം ലാഭിക്കാനും മറ്റ് അസൗകര്യങ്ങൾ ഒഴിവാക്കാനും ഇപ്രകാരം ചെയ്യുന്നുണ്ട്. എങ്കിലും നിങ്ങൾക്ക് അത് ആവശ്യപ്പെടാവുന്നതാണ്. വിശ്വാസികൾക്ക് അതിന് അവകാശമുണ്ട് എന്ന് സഭ പറഞ്ഞിട്ടുള്ളതിനാൽ, പ്രത്യേകിച്ച് നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ തിരുശരീരത്തെ കുറിച്ചുള്ള മാർപ്പാപ്പായുടെ കഴിഞ്ഞ അപ്പസ്തോലിക് എക്സോർട്ടേഷനിൽ അത് വിശ്വാസിയുടെ അവകാശമാണ് എന്ന് മാർപ്പാപ്പ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് വിചാരിച്ചിട്ടുള്ളത് ചോദിക്കാവുന്നു. ദിവസങ്ങളിലെ കുർബാനകൾ അച്ഛന്മാരെല്ലാം കൊടുക്കും. ആള് കുറവായതുകൊണ്ട് മറ്റ് സഭകളിൽ സമയം ലാഭിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വിഷമമുള്ളവർക്ക് തീർച്ചയായും ആവശ്യപ്പെടാവുന്നു. INRI ഇല്ലാത്ത ജപമാല ശരിയായ ജപമാല ആണോ? ജപമാലയെ കുരിശ് രൂപത്തിലാണ് INRI അല്ലേ? INRI ഇല്ലാത്ത ജപമാല ഒരു ജപമാലയും ശരിയല്ല. ഒരു ജപമാല, എല്ലാ ജപമാലയും തന്നെ ഒരു മുത്തുമണി മാല മാത്രമാണ്. ജപമാലയായി അത് എപ്പോഴാണ് അതിന് അതൊരു ഭക്തവസ്തുവാകുന്നത് എന്ന് ചോദിച്ചാൽ, കത്തോലിക്ക സഭയിലെ ഒരു വൈദികൻ അതിനെ ജപമാലയാക്കി ആശീർവദിച്ച് വ്യക്തീകരിച്ചു കഴിയുമ്പോഴാണ് ആ മാല ജപമാലയായി മാതാവിന്റെ ഭക്തിക്ക് സൂചിപ്പിക്കുന്ന ഒരു ജപമാലയായി തീരുക. നിങ്ങൾ കടയിൽ മേടിച്ചൊരു മാല ഇട്ടുകൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആ മാലയ്ക്ക് വെറും മാലയുടെ വിലയേ ഉള്ളൂ. മനസ്സിലായോ? ഈ അച്ഛൻ ആശീർവദിച്ച മാല INRI എന്ന് കൊണ്ടേ ഇല്ലേ, അതിനകത്തൊരു മണി പൊട്ടിപ്പോയാലും പോയില്ലേ, ഇനി അത് എണ്ണി കെട്ടിയ ചേർത്തി ഒരു മണി
ജപമാല തന്നെ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, എന്താണ് ഫീസ് ഓംനിയം എക്ലേസിയ, എല്ലാം തിരുസഭയിലാണ് വിശുദ്ധീകരിക്കപ്പെടുന്നത്. സഭയോട് ചേർന്ന് നിൽക്കുമ്പോൾ വൈദികരായ ഞങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുന്നു. ആ സഭയോട് ചേർത്ത് നിർത്തുമ്പോൾ എല്ലാം വിശുദ്ധീകരിക്കപ്പെടുന്നു എന്ന സത്യം. കാരണം പ്രിയപ്പെട്ടവരെ, ദൈവം വിശുദ്ധിയുടെ ഉറവിടമായി ഈ ഭൂമിയിൽ നിയോഗിച്ചത് പരിശുദ്ധ സഭയെയാണ്. ആ സഭയിൽ ശുശ്രൂഷ ചെയ്യുന്ന ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ ആശീർവാദത്തിലൂടെ സഭയുടെ വിശുദ്ധിയിൽ നമുക്കെല്ലാവർക്കും പങ്കാളിത്തം ലഭിക്കുകയും ചെയ്യുന്നു എന്ന സത്യവും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു കത്തോലിക്ക വൈദികൻ വ്യഞ്ചരിച്ച ജപമാല പിശാചിന്റെ ജപമാലയാണെന്നോ ഏതെങ്കിലും അപകടം പിടിച്ച ജപമാലയാണെന്നോ പറഞ്ഞ് ആരും കൊണ്ട് കത്തിക്കാൻ പാടില്ല, അത് അപമാനിക്കാൻ പാടില്ല, അത് ചെറിയാൻ പാടില്ല. മനസ്സിലാവും? എല്ലാ ഭക്തസാധനങ്ങളും സഭയുടെ വിശുദ്ധിയിൽ പങ്കാളിത്തം ലഭിക്കുമ്പോൾ മുതലാണ് അത് വിശുദ്ധ വസ്തുക്കളാവുക. അതിനെ നാം ആദരിക്കണം, സ്നേഹിക്കണം എന്ന സത്യം ഓർക്കുക. നിങ്ങളുടെ